ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്നത്തെ ക്ലാസ് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ പരിസര പഠനമാണ്. പരിസര പഠനത്തിലെ 2ാമത്തെ പാഠം ജന്തുലോകത്തേക്ക്. അപ്പോൾ എല്ലാ കൂട്ടരും ജന്തുലോകത്തേക്ക് എന്നുള്ള പാഠത്തിന്റെ ക്ലാസ് കാണുന്നു കരുതുന്നു. കാണാത്ത കൂട്ടർ നിങ്ങൾ തീർച്ചയായും കാണുക. നിങ്ങൾ ക്ലാസ് ഫുൾ ചാപ്റ്ററിന്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചോദ്യത്തിന്റെ ആൻസേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കാണുക. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ 2ാമത്തെ പാഠത്തിന്റെ യൂണിറ്റ് ടെസ്റ്റിന്റെ ക്ലാസ് ആണ്. അതായത് നമുക്കിനി വരാൻ പോകുന്ന ഓണപരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫുൾ ചാപ്റ്റർ റിവിഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഒരുപാട് ലെങ്ത് ഒന്നും ഇല്ല, വീഡിയോ വളരെ ചെറിയൊരു ക്ലാസ് ആണ് കേട്ടോ. സോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒരുപാട് നമ്മൾ ലെങ്തി ആയിട്ടൊന്നും എടുക്കുന്നില്ല, വളരെ ചെറിയൊരു കുഞ്ഞു ക്ലാസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും നമ്മുടെ ജന്തുലോകത്തേക്കുള്ള ചാപ്റ്ററിന്റെ ക്ലാസ് കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയിട്ട് നമുക്ക് യൂണിറ്റ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കുക. വീഡിയോ മാത്രം കണ്ടാൽ പോലെ എഴുതി കൂടെ നോക്കുക കേട്ടോ. എക്സാം എഴുതി കൂടെ, പരീക്ഷ എഴുതി കൂടെ നോക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ പ്രാക്ടീസ് ആവുള്ളൂ. 40 മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓണപരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. പ്രവർത്തനം 1, വളർത്തുമൃഗങ്ങളുടെ ഏതെങ്കിലും 3 ഗുണങ്ങൾ എഴുതുക. അതായത് വളർത്തുമൃഗങ്ങളുടെ ഗുണങ്ങൾ വെച്ചാൽ വളർത്തുമൃഗങ്ങളുടെ പ്രത്യേകതയല്ല എഴുതാൻ പറയുന്നത്. വളർത്തുമൃഗങ്ങളെ, എന്താണ് വളർത്തുമൃഗം എന്നൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിരുന്നതാണ് അല്ലേ. അപ്പോൾ അത്തരം ജീവികളെ വളർത്തുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്നാണ് എഴുതേണ്ടത് കേട്ടോ. അടുത്ത ബി സെക്ഷനിൽ പറയുന്നത് ഏതെങ്കിലും 4 കടൽ ജീവികളുടെ പേര് എഴുതുക. അതായത് ഏതെങ്കിലും 4 കടൽ ജീവി, നമ്മൾ കടൽ ജീവി എന്ന് പറയുമ്പോൾ നമുക്ക് മീൻ, ആമ എന്നൊക്കെ നിങ്ങൾക്ക് അറിയണതായിരിക്കും. അത് കൂടാതെ ഒരുപാട് കടൽ ജീവികളെ കുറിച്ച് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഏതെങ്കിലും എന്ത് ചെയ്യുക, 4 കടൽ ജീവികളുടെ പേര് പഠിച്ചു വെക്കുക. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏതെങ്കിലും 4 കടൽ ജീവികളുടെ പേര് എഴുതുക. 7 മാർക്കിന്റെ ചോദ്യമാണ്. മനസ്സിലായല്ലോ. ഓരോ ശരി ഉത്തരത്തിനും ഓരോ മാർക്ക് വീതമാണ്. അടുത്ത പ്രവർത്തനം 2, നീലത്തിമിംഗലത്തിന്റെ ഏതെങ്കിലും 3 സവിശേഷതകൾ എഴുതുക. നീലത്തിമിംഗലം എന്ന് വെച്ചാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ നീലത്തിമിംഗലത്തിന്റെ ഏതെങ്കിലും 3 സവിശേഷത എഴുതാനാണ് പറയുന്നത്. എന്താ നീലത്തിമിംഗലം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. അപ്പൊ നീലത്തിമിംഗലത്തിന് എന്ത് ചെയ്യുക, 3 സവിശേഷത എഴുതുക. അതായത് 3 പ്രത്യേകതകൾ എഴുതുക. എന്തൊക്കെയാണ് നീലത്തിമിംഗലത്തിന്റെ സവിശേഷതകൾ, എന്തൊക്കെയാണ് നീലത്തിമിംഗലത്തിന്റെ പ്രത്യേകതകൾ, എന്താണ് എന്നൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്ലാസ് എടുത്ത് കണ്ടു നോക്കുക. അതിൽ നമ്മൾ ഫുൾ ആൻസേഴ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് അത് ഒരുപാട് ഹെൽപ്പ് ആവും ആ ക്ലാസ്. അതിനുശേഷം യൂണിറ്റ് ടെസ്റ്റിന്റെ ക്ലാസ് ചെയ്ത് നോക്കുക കേട്ടോ. അത് 3 മാർക്കിന്റെ ചോദ്യമാണ് 2ാമത്തെ പ്രവർത്തനം. അടുത്തത് പ്രവർത്തനം 3, സഞ്ചാര രീതി അടിസ്ഥാനമാക്കി ജീവികളെ തരംതിരിക്കുക. എങ്ങനെയാണ് ജീവികളെ തരംതിരിക്കാൻ പറയുന്നത്, അവയുടെ സഞ്ചാര രീതിയുടെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. അതായത് സഞ്ചാര രീതി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, നടക്കുന്നവയുണ്ട്, പറക്കുന്നവയുണ്ട്, ഇഴയുന്നവയുണ്ട് അല്ലേ. അപ്പൊ എങ്ങനെയാണ് ഓരോ സഞ്ചാര രീതിയുടെ അടിസ്ഥാനത്തിൽ ജീവികൾ എന്ത് ചെയ്യുക, തരം തിരിച്ചെഴുതാനാണ് പറയുന്നത്. അപ്പൊ ആദ്യത്തെ കോളം നോക്കൂ. ആദ്യത്തെ കോളം എന്താ, നടക്കുന്നവയാണ്. നടക്കുന്ന ജീവികൾ ഒരുപാട് നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്നതാണ് നടക്കുന്നവ. അടുത്ത കോളത്തിൽ കൊടുത്തിരിക്കുന്നത് പാമ്പാണ്. പാമ്പ് എന്ന് പറയുന്ന സമയത്തോ എങ്ങനെ വരും, ഇഴയുന്ന ജീവികളാണ് അല്ലേ. അപ്പൊ ഇഴയുന്ന വേറെ 2 ജീവി കൂടെ എഴുതി ചേർക്കുക. അടുത്തത് പറക്കുന്ന ജീവികളുടെ പേര് എഴുതുക. അതിനുശേഷം ഇവിടെ കൊടുത്തിരിക്കുന്ന 4ാമത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് മീനാണ്. മീനാണെങ്കിലോ നീന്തുന്നവ അല്ലെ. അങ്ങനെ എന്ത് ചെയ്യും, ജീവികളെ അവയുടെ സഞ്ചാര രീതിയുടെ അടിസ്ഥാനത്തിൽ തരം തിരിച്ച് പട്ടികപ്പെടുത്താനാണ് 3ാമത്തെ പ്രവർത്തനം. 8 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. അടുത്ത 4ാമത്തെ പ്രവർത്തനം, ഈ ജീവികളുടെ ഏതെങ്കിലും ഒരു ശരീര സവിശേഷത എഴുതുക. അതായത് നമ്മൾ ഈ 5 ജീവികളെ കുറിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിച്ചിരുന്നതാണ്. ആദ്യത്തെ ജീവി പാമ്പ്, 2ാമത്തത് താറാവ്, അടുത്തത് കുതിര, അടുത്തത് പുലി, പിന്നെ മീൻ. ഈ ജീവികളുടെ ഏതെങ്കിലും ഒരു ശരീര സവിശേഷത എഴുതുക. നമ്മുടെ വീഡിയോയിൽ ട്രെയിനിന്റെ സൗണ്ട് വരുന്നുണ്ടാവും. റെയിൽവേ സ്റ്റേഷൻ അടുത്തായത് കൊണ്ടാണ് കേട്ടോ ട്രെയിനിന്റെ സൗണ്ട് വരുന്നത്. അപ്പോൾ ക്ലാസ് ശ്രദ്ധിക്കുക. ഈ ജീവികളുടെ ഏതെങ്കിലും ഒരു ശരീര സവിശേഷത എഴുതാനാണ് പറയുന്നത് കേട്ടോ. ഓരോ ശരീരോത്തരത്തിനും കറക്റ്റ് ആൻസേഴ്സിനും ഓരോ മാർക്ക് വീതം. മനസ്സിലായല്ലോ. ശരീര സവിശേഷത എന്താണെന്ന് എല്ലാവർക്കും അറിയണതല്ലേ. അടുത്ത പ്രവർത്തനം 5, വിശദീകരിക്കുന്നതാണ്. ഒരു ഉദാഹരണം വീതമാണ് വിശദീകരിക്കേണ്ടത്. അതായത് ജീവികളുടെ അവ കഴിക്കുന്ന ആഹാര രീതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ട് 3 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് അല്ലേ. അറിയാലോ നിങ്ങൾക്ക്, സസ്യാഹാരികൾ, മാംസാഹാരികൾ, മിശ്രാഹാരികൾ. എന്താണ് സസ്യാഹാരി, എന്താണ് മാംസാഹാരി, എന്താണ് മിശ്രാഹാരി എന്നുള്ളത് എന്ത് ചെയ്യണം, വിശദീകരിച്ച ശേഷം ഒരു ഉദാഹരണം സഹിതമാണ് എഴുതേണ്ടത്. അതായത് ഒരു ഉദാഹരണം വീതം എന്ത് ചെയ്യണം, സസ്യാഹാരികൾ എന്താണ്, മാംസാഹാരികൾ എന്താണ്, മിശ്രാഹാരികൾ എന്താണെന്നുള്ളത് എന്ത് ചെയ്യുക, വിശദീകരിക്കാനാണ് പറയുന്നത്. വിശദീകരിക്കുന്നതാണ് പ്രവർത്തനം 5ാമത്തെ പ്രവർത്തനം. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓരോ സസ്യാഹാരികൾ എന്താണെന്ന് വിശദീകരിക്കാൻ ഒരു ഉദാഹരണം എഴുതുക. മാംസാഹാരി എന്താണെന്ന് വിശദീകരിക്കുക, ഒരു ഉദാഹരണം. മിശ്രാഹാരി എന്താണെന്നുള്ളത് എഴുതുക. എന്താണ് മിശ്രാഹാരികൾ എന്ന് എഴുതുക, അതിന് ഉദാഹരണം എഴുതുക. 2 മാർക്ക് വീതമാണ്. അടുത്തത് 6ാമത്തെ പ്രവർത്തനം,
ആറാമത്തെ പ്രവർത്തനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് കഴിഞ്ഞ വർഷം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഈ ചിത്രശലഭത്തിലെ ജീവിത ചക്രമായിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ആദ്യം എന്താ വരിക? ആദ്യം മുട്ട അല്ലെ, അടുത്തത് ലാർവ, പ്യൂപ്പ, പിന്നെന്താ ചിത്രശലഭം. അപ്പോൾ ഇതിന്റെ ഒന്നെങ്കിൽ ഈ ഘട്ടങ്ങൾ തന്നിട്ട് ഓർഡർ തെറ്റിയിട്ട് തന്നിട്ട് ഓർഡർ ആക്കി എഴുതാൻ പറയും, അല്ലെങ്കിൽ ഓർഡർ നമ്മളടുത്ത് എഴുതാൻ പറയാം. അപ്പൊ എന്ത് ചെയ്യുക? ഈ ചിത്രശലഭങ്ങളുടെ ജീവിതചക്രം പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ. എക്സാമിന് വരാൻ പോകുന്ന ഓണപരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2 മാർക്കാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ എഴുതുന്ന ഓരോ ഉത്തരത്തിനും ഓരോ മാർക്ക് വീതം 2 മാർക്കിന്റെ ചോദ്യമാണ് ആറാമത്തെ പ്രവർത്തനം. അടുത്തത് 7ാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതുന്നതാണ്. ഈ 7ാമത്തെ പ്രവർത്തനത്തിൽ നിന്ന് ഒരു ചോദ്യം എക്സാമിന് പ്രതീക്ഷിക്കാം, ഒരു ചോദ്യമെങ്കിലും എക്സാമിന് പ്രതീക്ഷിക്കാം. കാരണം കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ട് ചോദ്യം. അപ്പൊ എന്താണ് ഒന്നാമത്തെ ചോദ്യം? എന്താ? കേരളത്തിലെ ഏറ്റവും വലിയ ചിത്രശലഭം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ചിത്രശലഭം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഏതാണ് ഏറ്റവും വലിയ ചിത്രശലഭം എന്നാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും ചെറിയ ചിത്രശലഭം ഏതാണ്? ഏറ്റവും ചെറിയ ചിത്രശലഭം ഏതാണ്? മൂന്നാമത്തെ ചോദ്യം എന്താ? കേരളത്തിന്റെ ഔദ്യോഗിക ചിത്രശലഭം ഏതാണ്? കേരളത്തിന്റെ ഔദ്യോഗിക ചിത്രശലഭം, നമ്മുടെ സ്റ്റേറ്റ് ബട്ടർഫ്ലൈ ഏതാണ് എന്നാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നാലാമത്തെ ചോദ്യം എന്താണ്? ഏതെങ്കിലും 2 ചിത്രശലഭങ്ങളുടെ പേരെഴുതുക. എന്താണ്? ഏതെങ്കിലും 2 ചിത്രശലഭങ്ങളുടെ പേരെഴുതാനാണ് പറയുന്നത്. ഏതെങ്കിലും 2 ചിത്രശലഭങ്ങളുടെ പേരെഴുതുക കേട്ടോ. ഏതെങ്കിലും 2 ചിത്രശലഭങ്ങളുടെ പേരെഴുതിയ ശേഷം അടുത്ത 5ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ചിത്രശലഭങ്ങൾ സസ്യങ്ങളെ ആശ്രയിക്കുന്നത് എന്തുകൊണ്ട്? 5ാമത്തെ ചോദ്യമാണ്. എന്തിനാണ് ചിത്രശലഭങ്ങൾ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്? ചെടികളെ എന്തിനാണ് ആശ്രയിക്കുന്നത്? പ്രധാനമായിട്ട് 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചിത്രശലഭങ്ങൾ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. അപ്പൊ ആ 2 കാര്യങ്ങൾ, ആ പർപ്പസ് ആണ് എഴുതേണ്ടത്. എന്തിനു വേണ്ടി ചിത്രശലഭങ്ങൾ സസ്യങ്ങളെ ആശ്രയിക്കുന്നു. അപ്പൊ 4ാമത്തെ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ കണ്ടിട്ടുള്ള ഏതെങ്കിലും 2 ചിത്രശലഭങ്ങളുടെ പേരെഴുതുക. 5 മാർക്കിന്റെ ചോദ്യമാണ്. ലാസ്റ്റ് 8ാമത്തെ പ്രവർത്തനം 8. ഈ ജീവികൾ വസിക്കുന്ന ചുറ്റുപാടുകളെ സംരക്ഷിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? അതായത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അപ്പൊ ഈ ജീവികൾ വസിക്കുന്ന നമ്മുടെ ചുറ്റുപാട് ഒരുപാട് ജീവികളുണ്ട്, നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? അപ്പൊ ഈ ജീവികളെ സംരക്ഷിക്കാൻ വേണ്ടി, അവർ ജീവിക്കുന്ന ചുറ്റുപാടുകളെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നാണ് ചോദ്യം. അപ്പൊ എന്തൊക്കെ ചെയ്യാൻ കഴിയും നമ്മൾ പറഞ്ഞിരുന്നു, ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നതാണ്. 4 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. അത് എല്ലാവരും എന്ത് ചെയ്യുക? 8 പ്രവർത്തനങ്ങളും ചെയ്ത് നോക്കുക. ക്ലാസ് കണ്ടതിന് ശേഷം എല്ലാ പ്രവർത്തനങ്ങളും ആൻസേഴ്സ് എഴുതി നോക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ആൻസേഴ്സ് കിട്ടുന്നില്ല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് കണ്ടു നോക്കുക. നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം എല്ലാ ആൻസേഴ്സും മനസ്സിലാവും. ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ്സിന് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓണപരീക്ഷയ്ക്ക് ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് ഓണപരീക്ഷയ്ക്ക് വരുന്നതാണ്. അപ്പോൾ അത് 2 ചാപ്റ്റേഴ്സും പഠിച്ചു വെക്കുക. ബാലൻസ് ക്ലാസ്സിൽ എടുത്തിരിക്കുന്ന വരെ പോർഷൻസും പഠിച്ചു വയ്ക്കുക. അതും എക്സാമിന് ചോദിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കാണുന്നു കരുതുന്നു. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.